ഏട്ടന് അത്ര അത്യാവശ്യപ്പെട്ട് പോകുമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചൂടായത്. നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ ശരിയാക്കി വെക്കാം. തിരിച്ചു വരുമ്പോഴത്തേന് വണ്ടി ശരിയാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ചെയ്ത ഭാഗം ക്ലിയർ ആവുമല്ലോ. വേണ്ട വേണ്ട, ഇനി വേറെ ആരെങ്കിലും വിളിച്ച് നന്നാക്കുക, എന്ത് വേണം ചെയ്യട്ടെ. ചിലപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇഷ്ടത്തിന് വന്നാണെങ്കിൽ നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫോൺ ചെയ്തിട്ട് വായിരിക്കുന്ന ഞാൻ കേൾക്കണം. ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി വിളിച്ചോ. എനിക്ക് വിളിക്കാനൊന്നും കഴിയൂല, ഞാനല്ല വണ്ടി കയറുന്നത്. വണ്ടി കയറുന്നവരങ്ങ് ചെയ്താൽ മതി. എന്തായാലും വലിയ കംപ്ലൈന്റ് വരുമെന്ന് ഞാൻ ശരിയാക്കിയിട്ടാന്ന് പറയും. അപ്പോഴും നിങ്ങൾ അപ്പുറം വരുന്നുണ്ട്, അത് ശരിയാ, ഇത് ശരിയാ, അത് ശരിയാന്ന് പറയുകയും ചെയ്യും. വേണ്ട, കനിക്കോ കപ്പിത്താൻ ആരിലും ഒന്ന് റെഡിയാക്കട്ടെ. ഇന്നലെ ഓടിച്ചു വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ വന്ന് അത്യാവശ്യമായിട്ട് പോകാനായിട്ട് ഇറങ്ങി ചാവി കിട്ടുന്നു, സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ ഈ അത്യാവശ്യം കുറേ നേരമൊക്കെ നോക്കി, കിക്കറിൽ ചവിട്ടി നോക്കി, അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നില്ല. അതാണ് എൻ്റെ ഒരു ചോക്കൊക്കെ വെച്ച് നോക്കിയാ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ കുറേ. സാറേ ഇതിപ്പോഴേ എന്തായാലും ഇവിടെ വെച്ച് നോക്കാൻ എന്തായാലും പറ്റൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വണ്ടി എന്തായാലും എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ച് നോക്കാം എന്താണെന്നുള്ള. അപ്പോൾ എന്തായാലും കംപ്ലൈൻറ്റ് നോക്കിയിട്ട് സാറെ ഒന്ന് വിളിക്കാം ഞാൻ. ഇനി വലിയ ബാറ്ററി വല്ലതും അങ്ങനെയല്ലോ ആണോ എന്തോ? അത് ഒന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല വെള്ളം വല്ല ഇറങ്ങി എന്തെങ്കിലും. അപ്പോൾ കൊണ്ടുപോകണം. ഇത് എങ്ങനെ കൊണ്ടുപോകും? ഇല്ല കുഴപ്പമില്ല, വർഷം മുകളിൽ തന്നെ ഞാൻ ഒറ്റയും കൊണ്ടുപോയിക്കോളാം. ശരി ശരി സാറേ. ഇത്രയുള്ളു. ഹലോ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എനിക്ക് എൻ്റെ ഈ വണ്ടി വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകുമ്പോൾ നീ എന്താ പറഞ്ഞത് എന്നോട് എന്താ പറഞ്ഞത്? ആണല്ലോ ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചു? ഒന്നീ ഫോൺ എടുക്കണം. നീ നിന്റെ ഞാൻ പറഞ്ഞ ആദ്യം കേൾക്ക്. ഞാൻ പറഞ്ഞ ആദ്യം കേൾക്ക്, അതിനുശേഷം മറുപടി പറയാം. നീ പറഞ്ഞ കുറേ നേരം കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. അതായത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നീ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? നിന്റെ ആശാൻ വന്നിരുന്നു. ഇടേ, ആശാനാണ് മൊത്തം വണ്ടി പണിയുന്നത്. നിനക്കൊക്കെ ഒന്ന് പണിയായിരുന്നു, പിന്നെ അവിടെ സ്ഥാപനം നടത്തുന്നത് എന്തിനാണ്? അത്യാവശ്യം ഉണ്ടല്ലോ വണ്ടി കൊണ്ട് ഏൽപ്പിച്ചത്. നീ പറഞ്ഞ പൈസ അപ്പ ഗൂഗിളിൽ ഇട്ട് തരാൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? എടേ, ഇതുപോലെ 100 എക്സ്ക്യൂസ് പറയാൻ എല്ലാവർക്കും അറിയാം. ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എടാ അനിയ, ഞാനൊരു പോലീസുകാരനാണ്. എന്റെ തനി കൊണ്ട നീ അടുപ്പിക്കരുത്. മനസ്സിലുണ്ടോ നിനക്ക്? നീ എനിക്ക് എപ്പോ വണ്ടി ഇരുന്നോറേ? നീ എനിക്ക് എപ്പോ വണ്ടി ഇടുന്നത്? ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ട്. ചൂടാവാൻ എന്താ പറയണേ? പിന്നെ ചൂടാവാതെ തോന്നിയ കാണിക്കണേ. നിനക്ക് വണ്ടി ചെറിയ നീ ചെയ്യണ്ട, ഞാൻ വേറെ ജയിച്ചോളാം ആരെങ്കിലും കൊണ്ട്. നീ വെച്ച രണ്ടിലൊന്ന് പറയണം എനിക്കിതാ. എനിക്ക് വണ്ടി പെട്ടെന്ന് കിട്ടിക്കൊള്ളണം. ഞാൻ അങ്ങോട്ട് വരുന്നേ. എൻ്റെ വിചാരം എനക്ക് ഇതടി